മച്ചാമാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം എന്തായാലും നമുക്ക് വൈകിട്ടത്തെ ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കാം കേട്ടോ. അപ്പം ചായയുടെ കടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴംപൊരി കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും അടുക്കളയിലോട്ട് പോവാം. വാ. അപ്പം മച്ചാമാരെ നമ്മൾ കിച്ചണിൽ വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കാവേ. ഇതേണ്ട നമ്മളൊരു പഴം എടുത്ത് ഇങ്ങനെ രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തൊലിയൊക്കെ ഇളക്കി ഇങ്ങനെ നൈസായിട്ട് എന്ന് പറഞ്ഞാൽ വലിയ കട്ടിയൊന്നും വരാണ്ട് ഇങ്ങനെ നൈസായിട്ട് നമ്മൾ ഏത്തപ്പഴം എന്തോ അരിയുന്നില്ല കട്ട് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഏത്തപ്പഴം ഭയങ്കര ഏത്തപ്പഴം അല്ല പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ടില്ല അതുണ്ടോ. അത്രയും നൈസായിട്ടാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ. അപ്പം നമ്മൾ ഇത്രയും പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ വേണ്ട അരിപ്പൊടി ഉണ്ട്, പിന്നെ ഇത് മൈദാമാവ് കേട്ടോ. മൈദാമാവ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതായത് ഈ പഴത്തിന് എത്ര ആവശ്യം വരും അത്ര ഇട്ട് കൊടുക്കാം. അതുകൊണ്ട് ഇനി അരിപ്പൊടി കട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ വരുന്നതാണ്. ഇനി അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോ കേട്ടോ. നമ്മുടെ ആവശ്യത്തിനാണ് ഇത്ര ഇട്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. ഓക്കെ. അതുകൊണ്ട് അജിയണ്ണനും അമ്മയുണ്ട്. ഇതിനകത്ത് ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊണ്ടിരുന്നുണ്ടോ. ഇവർക്കൊക്കെ ഭയങ്കര ഷെയിമാണ് കഴിച്ചത്. ഇനി മഞ്ഞപ്പൊടി ഉപ്പ് ഇതിനകത്തല്ല അരിപ്പൊടിക്കകത്തല്ലേ ഇട്ട് കൊടുക്കുന്നത്. ആയിട്ട് കൊടുത്തോ. അതുകൊണ്ട് ഉപ്പ് ലേശം ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇടാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അജീർണനാ കേട്ടോ മഞ്ഞപ്പൊടി ഉപ്പ് ഇട്ടേ. എനിക്കൊക്കെ ഭയങ്കര നാണക്കേടാ കൈസ് ഇങ്ങനെ വീഡിയോയിലൊക്കെ വരാനേ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് കേട്ടോ. ഇവിടെ കുറച്ച് പേർക്ക് വീഡിയോയിൽ വരാനൊക്കെ ഭയങ്കര നാണക്കേടാ. അതുകൊണ്ട് ഇതാണ് ചേച്ചി, വീഡിയോയിൽ വന്നിട്ടില്ലല്ലോ ഇതുവരെ. നല്ലോണം കുഴച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മഞ്ഞയാവണോ ചേച്ചി? ഇതിന് നല്ല കുഴച്ച് റെഡിയായി മഞ്ഞയാവണേ. വേണ്ടോ ഇപ്പൊ വേണ്ട ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടോ കുഴച്ച്. ഇല്ലല്ല ഭയങ്കര ഷെയിമാണ്. ഇത് നമ്മുടെ ഒരു ഫാമിലി വ്ലോഗായിട്ട് നിങ്ങൾ കണ്ടാൽ മതി കേട്ടോ. കണ്ടപ്പോ സെറ്റായിട്ടുണ്ട് കുഴച്ച്. കൈ കൊണ്ട് കുഴക്കാൻ ഈ സ്പൂൺ വെച്ചിട്ട് അതായത് ഈ തവി വെച്ചിട്ട് കുഴക്കാൻ ഭയങ്കര പാടാ കേട്ടോ. ഇനി നമുക്ക് കൈ കൊണ്ട് കുഴക്കാം. അജീർണ്ണനെ കുഴക്കാൻ വന്നു കേട്ടോ. ലക്ഷ്മി ചേച്ചിയുടെ ഹസ്സാണ് ഹസ്. അപ്പൊ ഇതാണ് അജീർണ്ണ മുഖം കാണിക്കാൻ ഭയങ്കര മടിയായിട്ട്. ഇവരെയൊക്കെ ഞാൻ കൊണ്ടുവരും വീഡിയോയില്. അതാണ്ടോ ഏകദേശം നല്ല നൈസായി കേട്ടോ കുഴച്ച്. നമ്മൾ ഇതിനകത്ത് മധുരം ഇടുന്നില്ല കേട്ടോ. ഏത്തപ്പഴത്തിന് നല്ല മധുരം ഉണ്ടായോണ്ട് നമ്മൾ ഇതിനകത്ത് മധുരം ഇടുന്നില്ല. പിന്നെ ഇതിനകത്ത് ശകലം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന്. നമ്മള് ഗ്യാസൊക്കെ കത്തിച്ച് പാം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാകുമ്പോൾ നല്ല പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വേണ്ട നമ്മൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വേണ്ട പഴംപൊരി ഇതിനകത്ത് വേണ്ട മുക്കിയാണോ വേണ്ട ഓരോന്നേരം മുക്കിയിടുക. അജിയണ്ണനാ മുക്കിയിടുന്നത് കേട്ടോ. ഇയാൾക്ക് ഭയങ്കര ഷെയിമാണ് ഗൈസ്. ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരികയാണ്. അതാണ്ടോ പഴംപൊരി ഓടുന്ന തിളക്കുന്നുണ്ടോ. കേട്ടൊക്കെ പഴംപൊരി ഉണ്ട് കൈ. അപ്പൊ ഇന്ന് വൈകിട്ടത്തെ പലഹാരം ഉണ്ടാക്കണം കേട്ടോ. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ, എന്നൊന്നുമില്ല.
അജി ഇളക്കിയെടുക്കാൻ ഇച്ചിരി പാടാട്ടോ. കണ്ട് ഒട്ടിപ്പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഇളക്കിയെടുക്കും. അമ്മ ഇവിടുന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടോ? അവിടെ നീ എന്തൊരു മോന്തയും വീർപ്പിച്ചിരിക്കുന്നേ? അതേണ്ട അടിപൊളിയായിട്ട് മൊരാന്നിരിക്കുന്നുണ്ട് കേട്ടോ. ആർക്കായാലും കൊതി വന്നു സത്യം പറയാലോ. നല്ല മൊരാന്ന് കോരി എടുത്തിട്ടുണ്ടേ. ആണോ? അതെ, നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നല്ല ചേച്ചി. ഇതില്ലാത്തൊരു സാധനം അതിനകത്ത് കേട്ടോ. ആ ജീരകം നമ്മളെങ്ങും മേടിച്ചു. ലക്ഷ്മി നോക്ക് ലക്ഷ്മി. മധുരമില്ല, മധുരം ആവശ്യത്തിനേ ഉള്ളൂ. അടിപൊളി. ഭയങ്കര ചൂടാ. അപ്പൊ തന്നെ ഞങ്ങള് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അമ്മയല്ലോ കേട്ടോ പഴംപൊരി ഉണ്ടാക്കി, അജിയണ്ണനാ കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് വരാം. ബൈ.